ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ രണ്ടാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. വണ്ടി പെട്ടെന്ന് ഒതുക്കി നിർത്തി സുഖവും സംഘവും അവിടേക്ക് നടന്നു. അവിടെ കൂടിയവരെല്ലാം അവർക്ക് സുപരിചിതരായ നാട്ടുകാരാണ്. എന്നാൽ പതിവ് പുഞ്ചിരികൾക്ക് പകരം ആ പുലർക്കാലത്ത് എല്ലാവരുടെയും മുഖങ്ങളിൽ നടുക്കവും കടുത്ത സങ്കടവും അതിലുപരി എന്തെന്നില്ലാത്തൊരു ഭയവും നിഴലിച്ചു നിന്നിരുന്നു. ആരും പരസ്പരം സംസാരിക്കുന്നു പോലുമില്ല. അന്തരീക്ഷത്തിൽ കട്ട പിടിച്ചു നിൽക്കുന്ന ആ ഭീതിയെ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് ആ വലിയ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്നും ഒരു സ്ത്രീയുടെ ഉള്ളുരുകിയുള്ള നേർത്ത പ്രാർത്ഥനാ സ്വരങ്ങൾ പുറത്തേക്ക് അരിച്ചെത്തുന്നുണ്ടായിരുന്നു. വാതിൽക്കൽ വിറങ്ങലിച്ചു നിന്നിരുന്ന നാട്ടുകാർ പോലീസിനെ കണ്ടതും ഇരുവശത്തേക്കും വഴിമാറി നിന്നു. അപ്പോഴേക്കും നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ള വെളുത്ത താടിയുള്ളൊരു വൃദ്ധൻ തളർന്ന ചുവടുകളോടെ ഉമ്മറത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നെങ്കിലും മുഖത്ത് വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. സാർ, വരൂ. ഒരിറ്റ് ജീവനില്ലാത്തതുപോലെ ആ മനുഷ്യൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. സാർ, ഇതാണ് ജമാലിക്ക. സാറാമ്മ സുഗുവിൻ്റെ കാതിലായി വളരെ പെതുക്കെ മന്ത്രിച്ചു. സുഗു ജമാലിനെ നോക്കി ആർദ്രതയോടെ ഒന്ന് തലയാട്ടി. അവർ വീടിൻ്റെ വലിയ ഹാളിലേക്ക് പ്രവേശിച്ചു. സുഗുവിൻ്റെ നിരീക്ഷണപാടവമുള്ള കണ്ണുകൾ ചുറ്റും പാറി നടന്നു. വലിയൊരു ഹാൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുടുംബത്തിൻ്റെ ആഡംബരവും സമ്പന്നതയും അളക്കാൻ കഴിയുമായിരുന്നു. വില കൂടിയ വിദേശ ഫർണിച്ചറുകളും ആധുനിക അലങ്കാരങ്ങളും ആ മുറിയുടെ പ്രൗഢി വിളിച്ചോതി. പക്ഷേ ഇപ്പോൾ ആ പ്രൗഢിക്കെല്ലാം മീതെ ദുരൂഹമായ ഏതോ ഒരു തണുപ്പ് പടർന്നു പിടിച്ചിരിക്കുന്നു. ഹാളിൻ്റെ ഒരു മൂലയിലെ കസേരയിലിരുന്ന് തട്ടമിട്ട ഒരു മധ്യവയസ്ക കയ്യിലെ തസ്ബീഹ് മാല ഉരുട്ടിക്കൊണ്ട് ശബ്ദമില്ലാതെ കരയുന്നുണ്ടായിരുന്നു. ജമാലിക്കയുടെ ഭാര്യ. വൻ ദുരന്തത്തിൻ്റെ നടുക്കത്തിലും ദൈവവിധിയെ ഓർത്ത് സങ്കടം ഉള്ളിലൊതുക്കാൻ ശ്രമിക്കുന്ന ആ അമ്മയുടെ ചുണ്ടുകൾ പ്രാർത്ഥനയാൽ ചലിച്ചുകൊണ്ടിരുന്നു. ഉച്ചത്തിലുള്ള നിലവിളികളില്ലാത്ത പ്രാർത്ഥനകൾ മാത്രം ബാക്കിയായ ആ വലിയ വീടിൻ്റെ അന്തരീക്ഷം സുഖുവിൽ എന്തെന്നില്ലാത്തൊരു ഭയവും സഹതാപവും ഒരേ സമയം നിറച്ചു. എങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഗൗരവം വീണ്ടെടുത്തുകൊണ്ട് അയാൾ ചോദിച്ചു, എവിടെയാണ്? വരൂ സാർ, മോളുടെ മുറി മുകളിലാണ്, ജമാൽ വിറയ്ക്കുന്ന വാക്കുകളോടെ പറഞ്ഞു. അയാൾ ഇരുമ്പ് കൈവരികളുള്ള ആ വലിയ ഗോവണിപ്പടികൾ ഓരോന്നായി കയറാൻ തുടങ്ങി. ആ ചുവടുകൾക്ക് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. സുഖവും സാറാമയും ഗോപനും അയാളെ അനുഗമിച്ചു. മുകളിലേക്ക് കയറും തോറും താഴത്തെ ഹാളിലെ ആ ശ്വാസം മുട്ടിക്കുന്ന പ്രാർത്ഥനാ സ്വരങ്ങൾ അകന്നു പോവുകയും പകരം അജ്ഞാതമായ ഏതോ രഹസ്യം അന്തരീക്ഷത്തിൽ നിറയുകയും ചെയ്തു. മുകളിലത്തെ നിലയിലെത്തിയപ്പോൾ ജമാൽ തളർച്ചയോടെ നിന്നു. ഒട്ടും വെളിച്ചം കടാക്കാത്ത ആ കോറിഡോറിൻ്റെ അറ്റത്തുള്ള വലിയൊരു വാതിലിലേക്ക് ചൂണ്ടി അയാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ദാ അവിടെയാണ്. ജമാലിക്കയുടെ വിറയ്ക്കുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ അരിഞ്ഞു തീരും മുൻപേ സുഖുവിൻ്റെ ഹൃദയമിടിപ്പ് അറിയാതെ ഒന്ന് വർദ്ധിച്ചു. തൻ്റെ അരയിലെ സർവീസ് റിവോൾവറിലേക്ക് അയാളുടെ വലതു കൈ വിരലുകൾ അബോധപൂർവമായി ചെന്നിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള കനത്ത ശാന്തത പോലെ ആ അടഞ്ഞു കിടക്കുന്ന വാതിലിനപ്പുറം ഭയപ്പെടുത്തുന്ന ഏതോ ഒരു രഹസ്യം ഒളിച്ചിരിപ്പുണ്ടെന്ന് അയാളുടെ മനസ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. ആ തടിയൻ വാതിലിന് നേരെ സുഗു തൻ്റെ ബൂട്ടുകാലുകൾ ഉറപ്പിച്ചു വെച്ച് വളരെ മെല്ലെ മുന്നോട്ട് നടന്നു. വാതിൽ പതുക്കെ തുറന്നു. ഉദിച്ചുയരുന്ന പുലർക്കാല സൂര്യൻ്റെ ശോഭയോടെ ആ മനോഹരമായ കട്ടിലിൽ ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ അവൾ ഏതോ സുന്ദരമായ സ്വപ്നവും കണ്ട് ആഴത്തിൽ ഉറങ്ങുകയാണെന്ന് മാത്രമേ സുഗുവിന് തോന്നിയുള്ളൂ. എന്നാൽ ഉള്ളിൽ തോന്നിയ അവിശ്വാസത്തോടെ അയാൾ അവൾക്കരികിലേക്ക് നീങ്ങി. പതിയെ വിരലുകൾ അവളുടെ മൂക്കിന് താഴെ വെച്ചു. ഒരു നേർത്ത ശ്വാസം പോലുമില്ല. സംശയത്തോടെ അയാൾ അവളുടെ കൈത്തണ്ടയിലേക്ക് വിരലുകൾ അമർത്തി നാഡി പരിശോധിച്ചു. പക്ഷേ അവിടെ അവശേഷിച്ചിരുന്നതോ മരണത്തിൻ്റെ ഭീകരമായ ആ തണുപ്പ് മാത്രം. സുഗു പെട്ടെന്ന് കൈ പിൻവലിച്ചു. അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് വാതിൽക്കൽ വിറങ്ങലിച്ചു നിന്ന ജമാലിനെ നോക്കി. ശബ്ദത്തിൽ ഒരു പോലീസുകാരൻ്റെ ആജ്ഞാശക്തി നിറഞ്ഞിരുന്നു. നിങ്ങളെന്താ ഈ കുട്ടിയെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നത്? അത് എൻ്റെ മോൾ, അവൾ മരിച്ചുപോയി എന്ന് എനിക്ക് ഉറപ്പായിരുന്നത് കൊണ്ട് തന്നെ സാറേ. ജമാൽ അതീവ നിസ്സംഗതയോടെ എന്നാൽ തകർന്ന സ്വരത്തിൽ മറുപടി നൽകി. എങ്ങനെ? ആരാണ് മരണം സ്ഥിരീകരിച്ചത്? ഡോക്ടർമാർ ആരെങ്കിലും ഇതിനിടയിൽ വന്നിരുന്നോ? സുഗു ചോദ്യങ്ങൾ ആവർത്തിച്ചു. സാർ, എൻ്റെ ഭാര്യ, അവളൊരു ഡോക്ടറാണ്. അവൾ തന്നെയാണ്. ജമാലിൻ്റെ വാക്കുകൾ ഇടറിപ്പോയി. കൂടുതലൊന്നും പറയാനാകാതെ നിയന്ത്രണം വിട്ട് തറയിലേക്ക് വീഴാതിരിക്കാൻ
അയാൾ ആ വാതിലിൽ ബലമായി അള്ളിപ്പിടിച്ചു നിന്നു. സുഗു കൂടെയുണ്ടായിരുന്ന കോൺസ്റ്റബിളിന് നേരെ തിരിഞ്ഞു. ഇദ്ദേഹത്തെ ഒന്ന് താഴേക്ക് കൊണ്ടുപോകൂ. കോൺസ്റ്റബിൾ ജമാലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് നടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് തന്നെ അയാൾ തൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു. സുഗു ആ മുറി മുഴുവനായും തൻ്റെ മൂർച്ചയുള്ള കണ്ണുകളാൽ നിരീക്ഷിക്കാൻ തുടങ്ങി. വളരെ വൃത്തിയായി ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്ന ചിത്രങ്ങൾ ഭിത്തിയിൽ അവിടെ ഇവിടെയായി തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. സാറാമ്മേ, എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്ക്. ഇവിടെ ഇപ്പോൾ കുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികമായി ഒന്നും കാണാനില്ല. എങ്കിലും ഫോറൻസിക് വിദഗ്ധരെ കൂടി കാര്യങ്ങൾ അറിയിച്ചേക്കണം. സുഗു ചുറ്റും നോക്കിക്കൊണ്ട് നിർദ്ദേശം നൽകി. സുഗു പറഞ്ഞത് കേട്ടയുടൻ സാറാമ്മ തൻ്റെ ഫോണെടുത്ത് ആംബുലൻസിനും ഫോറൻസിക് വിദഗ്ധർക്കും അടിയന്തരമായി എത്താനുള്ള സന്ദേശം കൈമാറി. ഒട്ടും വൈകാതെ തന്നെ സൈറൺ മുഴക്കാതെ ആംബുലൻസ് ആ മുറ്റത്തേക്ക് എത്തിച്ചേർന്നു. ആ കൊച്ചു ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ താങ്ങാനാകാത്ത സങ്കടത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉരുകിത്തീരുന്ന മാതാപിതാക്കൾ കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. ആംബുലൻസ് പോയതിനു ശേഷം വിങ്ങിക്കയറുന്ന ജമാലിൻ്റെ തോളിൽ ആശ്വാസം എന്നോണം കൈവച്ചുകൊണ്ട് സുഗു ചോദിച്ചു, ഈ അവസരത്തിൽ ഇങ്ങനെയൊന്ന് ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം ജമാലിക്ക. എന്നാലും ചോദിക്കാതിരിക്കാനാവില്ലല്ലോ. മോളുടെ മരണം ഒരു സാധാരണ മരണമാണെന്ന് തന്നെയാണോ നിങ്ങളുടെ വിശ്വാസം? അതോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം തൻ്റെ തകർന്ന കണ്ണുകൾ കൊണ്ട് അവരെ ഒന്ന് നോക്കി. പിന്നെ സാവധാനം പറയാൻ തുടങ്ങി. എൻ്റെ മോളൊരു പാവമായിരുന്നു സാറേ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവളുടെ 16ാമത്തെ ജന്മദിനം ഞങ്ങൾ ആഘോഷിച്ചത്. ദൈവം ഞങ്ങൾക്ക് ആകെ തന്ന ഒരേ ഒരു നിധിയായിരുന്നു. കാണിച്ചു കൊതിപ്പിച്ചിട്ട് അവളെ അങ്ങോട്ട് തന്നെ തിരിച്ചു വിളിച്ചു. ദൈവം ക്രൂരനാ സാറേ. അല്ലാതെ എൻ്റെ മോളോട് അങ്ങനെയൊരു ദ്രോഹം ചെയ്യാൻ ഈ ഭൂമിയിൽ ആർക്കും പറ്റില്ല. പറഞ്ഞു നിർത്തിയിട്ട് അയാൾ നിയന്ത്രിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞു. സുഗു ദീർഘമായി ശ്വാസമെടുത്ത് മുകളിലേക്ക് നോക്കി. ഗോപ, നീ ഇവിടെ തന്നെ നിൽക്കണം. ആരെയും അകത്തേക്ക് കയറ്റി വിടരുത്. ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരാം. കാര്യങ്ങൾ ഗോപനെ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം സാറാമ്മയ്ക്കൊപ്പം മുകളിലേക്ക് നടന്നു. ഇനി എന്തിനാ സാറേ? ഇവിടെ സംശയിക്കാൻ ഒന്നും തന്നെയില്ല. അല്ലെങ്കിൽ തന്നെ ആര്? എന്തിന്? ആ ചോദ്യം ചോദിക്കുമ്പോൾ സാറാമ്മയിൽ നിന്നും നേർത്തൊരു തേങ്ങൽ പുറത്തേക്ക് വന്നു. അതൊക്കെ ശരിയാ, പക്ഷെ നമുക്ക് നമ്മുടെ ജോലി പൂർത്തിയാക്കിയല്ലേ പറ്റൂ. അത് പറഞ്ഞുകൊണ്ട് ഗോവണിപ്പടികൾ കയറി മുന്നേ നടക്കുന്ന സുഗുവിനെ സാറാമ്മ നിശബ്ദയായി അനുഗമിച്ചു. ആ ഇടനാഴിയിലെ കനത്ത അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദം അല്പമൊന്ന് കുറയ്ക്കാനെന്ന വണ്ണം സുഗു ചോദിച്ചു, സാറാമ്മയുടെ ഇന്നത്തെ പ്ലാനുകളെല്ലാം ചീറ്റിപ്പോയല്ലേ? എന്തൊക്കെയായിരുന്നു? ഗെറ്റുഗദർ, അടിച്ചുപൊളി, എല്ലാം കുളമായി അല്ലേടോ? ആ ചോദ്യം കേട്ടതും അതുവരെ സങ്കടം ഉള്ളിലൊതുക്കി പിടിച്ചിരുന്ന സാറാമ്മയുടെ നിയന്ത്രണം പാടെ തകർന്നു. പാവം കുട്ടി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാറേ. അവർ കണ്ണീർ തുടച്ചു. പിന്നെ വേദനയോടെ തുടർന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ പലപ്പോഴും ആ കുഞ്ഞിനെ കാണാനായി മാത്രമേ ഈ വഴിക്ക് വരാറുണ്ടായിരുന്നു. എനിക്കവൾ സ്വന്തം മോളെ പോലെയായിരുന്നു. അവൾ എന്നെ എന്താ വിളിക്കാറുണ്ടായിരുന്നതെന്ന് അറിയാമോ? ആ ചോദ്യത്തോടെ ഒന്ന് നിർത്തി നിറഞ്ഞു വന്ന കണ്ണീർ ഒപ്പിക്കൊണ്ട് അവർ തുടർന്നു. അവൾക്ക് ഞാൻ സാറാമ്മച്ചിയായിരുന്നു. മക്കളില്ലാത്ത എനിക്ക് ഒരു മകളുടെ എല്ലാ സ്നേഹവും തന്ന എൻ്റെ മോക്കിതിപ്പോൾ എന്ത് പറ്റിയതാണാവോ? ദൈവം ഇത്രയും ക്രൂരനായി പോയല്ലോ സാറേ. സാറാമ്മ പൊട്ടിക്കരഞ്ഞു. സാറാമ്മേ, താനൊരു പോലീസുകാരിയാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ കുറച്ചുകൂടി മനോധൈര്യത്തോടെ വേണം കൈകാര്യം ചെയ്യാൻ. വേർപാടുകൾ എപ്പോഴും നഷ്ടങ്ങൾ തന്നെയാണ്. എങ്കിലും നമ്മൾ തളരാൻ പാടില്ല. സുഗു ആ മുറിയിലെ ഓരോ ചെറിയ സാധനങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് സാറാമ്മയെ ആശ്വസിപ്പിച്ചു. സാറേ, നമുക്ക് തിരിച്ചു പോയാലോ? അല്ലെങ്കിൽ തന്നെ ഈ കൊച്ചുകുട്ടിയുടെ മരണത്തെപ്പറ്റി ഇനി കൂടുതലൊന്നും ഇവിടെ തിരയേണ്ട കാര്യമില്ലല്ലോ. മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ പുഞ്ചിരിക്കുന്ന ചിത്രങ്ങൾ തന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ആ മുറിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ എന്നതുപോലെ സാറാമ്മ ചോദിച്ചു. താൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ സംശയിക്കത്തക്കതായി ഒന്നും കാണാനില്ല. ഇനി എന്തായാലും ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അതുവരെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എങ്കിലും ആ കുട്ടിക്ക് വല്ല പ്രണയബന്ധമോ മറ്റോ ഉണ്ടായിരുന്നോ? സുഗു തൻ്റെ ഉള്ളിൽ തോന്നിയൊരു സംശയം പുറത്തുവിട്ടു. എൻ്റെ സാറേ, ദൈവദോഷം പറയല്ലേ. സാറാമ്മയുടെ ശബ്ദത്തിൽ നേരിയ രോഷം കലർന്നു. അവൾ ആരുടെയും മുഖത്ത് പോലും നേരെ നോക്കാറില്ല. അത്രയ്ക്ക് അടക്കവും ഒതുക്കവും ദൈവവിശ്വാസവും ഒക്കെയുള്ള നല്ലൊരു കൊച്ചായിരുന്നു അത്.
എടോ, ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ സാധ്യത പറഞ്ഞതല്ലേ, താനിങ്ങനെ ചൂടാവേണ്ട കാര്യം എന്താ? ശരി, എന്നാൽ വാ, നമുക്ക് താഴേക്ക് പോകാം. ആ അമ്മയുടെ അച്ഛൻ്റെയും കരച്ചിൽ എനിക്കും കണ്ടു നിൽക്കാൻ വയ്യ. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെയുള്ള വലിയ ദുരന്തങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. എന്തായാലും ഫോറൻസിക് ടീം വരുന്നതുവരെ നമുക്ക് താഴെ വെയിറ്റ് ചെയ്യാം. അത്രയും പറഞ്ഞുകൊണ്ട് സുഗു തിരിഞ്ഞ് വാതിൽ ലക്ഷ്യമാക്കി നടന്നു. പക്ഷേ അടുത്ത നിമിഷം അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. സാറേ, ദേ ദേ ഇതൊന്ന് നോക്കിയേ. അടക്കി വെച്ചിരുന്ന വലിയ പുസ്തകക്കെട്ടുകൾക്കിടയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സാറാമ്മ ഭയത്തോടെ അലറി വിളിച്ചു. ആ ശബ്ദം കേട്ട് സുഗു ഞെട്ടിത്തിരിഞ്ഞു. ആ പുസ്തകങ്ങളുടെ മറവിൽ ആർക്കും പെട്ടെന്ന് ദൃശ്യമാകാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ അപ്പോഴും ഉള്ളിലെ ദൃശ്യങ്ങൾ നിശബ്ദമായി റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നൊരു മൊബൈൽ ഫോൺ ക്യാമറ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.